നമുക്കിപ്പോൾ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് VT സൂരജ് കൂടി ചേരുന്നുണ്ട്. സൂരജ് ആ വേളയിൽ ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത്. ഇപ്പോൾ രക്തമാണോ ഈ കാണുന്നത് അല്ലേ? ഇപ്പോൾ എന്തൊക്കെയാണ് ഷാഫി പറമ്പിൽ MB പോലീസ് ലാത്തി ചാർജ് ലാത്തി കൊണ്ട് അടിച്ചപ്പോൾ മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോര വന്നപ്പോൾ താങ്ങിയെടുത്ത ഉണ്ടായതാണ്. MB ആണെന്ന പരിഗണന പോലും കൊടുക്കാതെ MB നിൽക്കുന്ന സമയത്ത് നിരവധി തവണ ടിയർ ഗ്യാസ് പ്രയോഗിക്കുക, ഗ്രനേഡ് എറിയുക. നിരവധി UDFന്റെ പ്രവർത്തകർ പേരാമ്പ്ര താലൂക്ക് ഹോസ്പിറ്റലിൽ പരിക്കേറ്റ് ചികിത്സയിലാണ്. അതിക്രൂരമായ പോലീസിന്റെ നരനായാട്ടാണ് പേരാമ്പ്രയിൽ നടന്നത്. CPMന് എല്ലാ സംരക്ഷണം ഒരുക്കിക്കൊണ്ട് ഒരു വിഭാഗത്തെ മാത്രം അറ്റാക്ക് ചെയ്ത് ആക്രമിച്ച് ഒതുക്കി നിർത്താൻ പേരാമ്പ്രയിലെ പോലീസ് ശ്രമിച്ചതാണ്. MBക്ക് ഗ്രനേഡ് അക്രമത്തിൽ ടിയർ ഗ്യാസ് അക്രമത്തിൽ MB ഉൾപ്പെടെ പേരാമ്പ്രയിലെ UDFന്റെ KPCCയുടെ DCCയുടെ ഭാരവാഹികൾ ഉൾപ്പെടെ എല്ലാവർക്കും പരിക്കാണ്. റിജിത്ത്, ഈ വിധത്തിലാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. പോലീസ് കോൺഗ്രസ് പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയായിരുന്നു എന്നുള്ള കാര്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഒരു കോളേജിൽ ഉണ്ടായിട്ടുള്ള ചെറിയ ഒരു സംഘർഷം, അത് വാക്കേറ്റം, ആ ഒരു വാക്കേറ്റം പിന്നീട് സംഘർഷത്തിലേക്ക് നീങ്ങുന്നു. അത് പിന്നീട് വലിയ രീതിയിലേക്ക് ഒരു സംഘർഷമായി മാറുന്നു. പേരാമ്പ്ര ടൗണിൽ ഏറെ മണിക്കൂറുകൾ നീണ്ടുനിന്ന സംഘർഷത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, ഒപ്പം തന്നെ MP-ക്കും പരിക്കേറ്റിട്ടുണ്ട്. ഈ വിഷയത്തിലാണ് സംസ്ഥാന വ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിന് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. നാളെ കോഴിക്കോട് ജില്ലയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ആലോചിച്ചിരിക്കുന്നത്. IG ഓഫീസിലേക്ക് 9 മണിയോടുകൂടിയുള്ള മാർച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹർത്താൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നില്ല എന്ന കാര്യം കൂടി DCC പ്രസിഡന്റ് വ്യക്തമാക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരു ഹർത്താൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു, UDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതായത് അവിടെ കോളേജിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDFന്റെ പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. അതേ തുടർന്നാണ് പേരാമ്പ്രയിൽ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 5 മണി വരെയുള്ള ഹർത്താൽ ആഹ്വാനം ചെയ്യുകയും ആ ഹർത്താൽ പൂർണ്ണമായും അവർ അതുമായി ബന്ധപ്പെട്ട് വ്യാപാരികളൊക്കെ തന്നെ സഹകരിക്കുകയും ചെയ്തിരുന്നു. ആ ഹർത്താൽ പൂർത്തീകരിച്ചതിന് തൊട്ട് പിറകെയാണ് ഇരു വിഭാഗങ്ങളും തങ്ങളുടെ സംഘശക്തി കാണിച്ചുകൊണ്ട് ശക്തി പ്രകടനമായിക്കൊണ്ട് പേരാമ്പ്ര ടൗണിലേക്ക് ഇറങ്ങിയത്. അതിന് പിറകെയാണ് ഇരുകൂട്ടരും മുഖാമുഖം എത്തുന്നു, വലിയൊരു സംഘർഷത്തിലേക്ക് നീങ്ങുന്നു. ആ വേളയിലാണ് പോലീസ് അവിടെ ഇടപെടുകയും പിന്നീട് ഇരുകൂട്ടരും പിരിച്ചുവിടാനുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തത്. അതിനിടയിലാണ് ഈ MP ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. MPയുടെ മൂക്കിൽ നിന്ന് രക്തം വരുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല പോലീസ് ടിയർ ഗ്യാസ് ഉപയോഗിക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു പരിക്കേറ്റത് എന്ന കാര്യം കൂടി വ്യക്തമാകുന്നു. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മുഹമ്മദാണ് വിവരങ്ങൾ നൽകുന്നത്. പോലീസ് ഏകപക്ഷീയമായി നടപടി സ്വീകരിച്ചു, UDF പ്രവർത്തകരെ മാത്രം വളഞ്ഞിട്ട് തല്ലി എന്ന വിമർശനമാണ് ഇപ്പോൾ UDF നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം ഉയർത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.